അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളേ ഉള്ളൂ. അവർ നശിച്ചാൽ പറയാൻ 100,000 ആൾക്കാരുണ്ടാവും. ഓൽക്കതൊരു കഥ മാത്ര. ഞാൻ എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നു, എൻ്റെ പെങ്ങന്മാരോട് പറയാ, എൻ്റെ ഭാര്യമാരോട് പറയും പോലെ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് അതേ കൊലത്ത് പറയാ. എൻ്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ടിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര, അതൊരു രസം മാത്ര. എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ, എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും ഒരു അത്ഭുതവും മാത്ര. അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം. വേറെ ചിലർക്ക് നന്നായിക്ക് നാടോട്ടക്ക് പ്രസംഗിച്ച് നടന്നിട്ടല്ലേ ഓനെ കിട്ടണം എന്നും പറയുന്നവരുണ്ടാവും. ഞാൻ ഓളോട് പറഞ്ഞു, നശിക്കുന്ന എനിക്കും എനക്കുവാ നശിക്കുന്നത്. ആ ബോധന്മാരെ ഇങ്ങക്കുണ്ടാവണം, നിങ്ങളെ മക്കളെ തൊട്ട്, എൻ്റെ മക്കളെ തൊട്ട്. പക്ഷെ അവിടെ എന്തു വേണം? അവനവൻ്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന, അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം. നമ്മളെ മക്കളെ 100% വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 90% വിശ്വസിച്ചാലും ഒരു 10% എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം. അതുണ്ടാവും, പക്ഷെ എന്നത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ. അതാ പ്രശ്നം. ഇപ്പം ഞാനൊക്കെ പറയാറുണ്ട്, 2 മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിലൊരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തിക്കുന്നുണ്ട്. ഓൻ്റെ പെരവള് വർത്താനം പറയുന്നുണ്ട്. അപ്പം ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു, അമ്മേ എൻ്റെ കൂടെ വരുന്ന ഇന്നോളെ ഒരു ചങ്ങായി കാത്തിക്കുന്നുണ്ട്. അപ്പം ഈ കൂടെയുള്ള കുട്ടീൻ്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക? ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ. നേരെ ആ കുട്ടീൻ്റെ അമ്മനെ അങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ മോള് പറയുന്നത് നിങ്ങളെ മോളെങ്ങനെ കാത്തിക്കാൻ ഒരുത്തം ബൈക്കുമായിട്ട് കുളിക്കൽ സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട്. ആ ബസ് ആടെത്തുമ്പോൾ ഓൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 4 ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിലൊന്ന് ചെന്നിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നിക്കാൻ പറയണേന്ന് അറിയുമ്പം ഈ ഉമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാനെ വിളിച്ചറിയ എന്തൊക്കെയെന്നറിയോ? ഇത് കേൾക്കേണ്ട ഒരു രസം. ഓള് നമ്മളെ മോളെ പറ്റി കുറ്റം പറയുക, ഓളെ മോളെ നന്നാക്കട്ടെ. എൻ്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല, ഇങ്ങനെയല്ല പറയുന്നുണ്ട്. നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിൻ്റെ മക്കൾ ആഹാരോ ദുനിയാവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം. അത് പടച്ചോൻ കാണിച്ചിരുന്ന ഒരു വഴിയാന്ന് ചിന്തിക്കണം. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. മക്കളെ കൂടെ ഇരിക്കണം, അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം. ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ. അതുകൊണ്ടാ അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കി, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം. കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ഹൈസക്കിന് ആ ഹൈസക്ക് പങ്കെടുത്ത് അതിൻ്റെ പിൻഭാഗത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞ 15ഓളം പെൺകുട്ടികൾക്ക് 17 വയസ്സിൻ്റെ മേലെയാ പ്രായം. 17 പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ? വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്നാ. പല രാത്രിയും വാപ്പയമ്മയും തമ്മിലുള്ള തെറിയും പിണക്കും കേട്ട് മടുത്തിട്ടുണ്ട് ഉസ്താദേ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം, ഒരു രാത്രി നിങ്ങൾ കടത്തരുത്. ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ, ഒരു ഭർത്താവ് ഭാര്യനെ. ഇത് കേട്ടപ്പം ഇമാം ഗസാലി ചോദിച്ച ആ ഭാര്യനോട്, അയാൾ ചീത്ത പറയുമ്പോൾ എനിക്ക് തിരിച്ചങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ? അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും. പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായാൽ? 1 അറിയും, നമ്മൾ 2 അറിയും, 3 അറിയും, നമ്മൾ 4 അറിയും. അപ്പൊ അവളോട് പറഞ്ഞു, പിന്നെ എനിക്ക് അകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട്? അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് തല്ലുന്നതിന് അയാളിൻ്റെ കൈ പിടിച്ചപ്പോഴാണ് എനിക്കൊരു ജീവിതം ഉണ്ടായത് അല്ലേ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്തൊരു 40 വയസ്സേരിനെ നിങ്ങൾ ചോദിച്ചു നോക്കി, ഒക്കെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല. നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? നിങ്ങളെ കൈ വന്ന് പിടിച്ചപ്പോഴാ. നാട്ടുകാർ നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ? എൻ്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ്. നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? എൻ്റെ കെട്ടിയോ മരിക്കുമ്പോഴാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും, ഭർത്താവ് മരിച്ചുപോയ ഒരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ജീവിച്ചിരിക്കുമ്പോൾ അയാളെ വില എത്രയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അയാൾ ഇല്ലാണ്ട് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും. ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ? ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം എന്താ? 40 വയസ്സ് കഴിഞ്ഞ മുതൽ 30 കട്ടിന്റെ ചോട്ടിലും 30 കട്ടുമലുമാണ്. ഇപ്പൊ അങ്ങനെയൊക്കെയാ നിയമം. മക്കളെ കെട്ടിച്ചാ പിന്നെ 30 കട്ടുമലും 30 നിലത്ത് പായില്. മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ. 85 വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് 83 വയസ്സുള്ള ഭാര്യ. വിറയ്ക്കുന്ന കയ്യോടെ കഞ്ഞി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ആയ കാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് മനോഹരം ഉണ്ടാകുക. ഞാനിപ്പം കിതച്ചോണ്ട് ഓടുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ, നാളെ ഞാൻ കിടന്നു പോകുന്നൊരു സമയത്തോളം എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ്.
അതാഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും, അത്രക്ക് അധ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും. ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട്. അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കുന്ന പിന്നെ എനിക്ക് അകത്തേക്ക് പോയില്ല, പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും. ഉടനെ തന്നെ എന്നാ അയാൾ തിരിച്ചു ചോദിക്കും, ഇമാം ഗസാലി അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി എനിക്ക് മാറിക്കിടന്നൂടെ? അത് കേട്ടപ്പോൾ ആ പെണ്ണ് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ദിവസം മാറിക്കിടന്ന പിന്നെ 2 ദിവസം മാറിക്കിടക്കാനുള്ള തോന്നലുണ്ടായാൽ അത് പ്രശ്നമാവില്ല. എന്നാൽ പിന്നെയും തോന്നും, ഒരു ദിവസം മാറിക്കിടന്ന നോളില്ലാണ്ട് കിടന്നില്ലേ, നാളെയും കിടക്കുന്നതിനെന്താ എന്ന് തോന്നും. ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂല എന്ന് അയാൾക്ക് തോന്നണം. ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പടച്ചോൻ തരുന്നൊരു പളുങ്ക. അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല, ഒരു ചെലവുമില്ല മനുഷ്യരെ. ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി, അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി. അള്ളാഹുവിൻ്റെ റസൂൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട, ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ലോണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോൾ വിളിച്ചറിയാം നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാനിട്ടോ. എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്ന അവളും നോക്കുന്നില്ല. മക്കളാവട്ടെ ഇതെന്താ ഇപ്പം സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരി തിന്ന് പോരുന്നതല്ല ജീവിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമ കിട്ടുന്ന ഒരു 10 ഉറുപ്പ്യ കൊണ്ട് മക്കളെയും കൂട്ടി റോട്ടുമക്കിറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ, ഒരു കാലിച്ചായ ഒരു ചായയും കുടിച്ചിറങ്ങി പോരുമ്പോഴൊക്കെ അതൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഇടക്കിടക്കോളോട് ഞാൻ പറയും, ഒന്ന് അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ ഇങ്ങി പോയി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നോക്കും, അല്ലേ ഇങ്ങി ചായ അടിച്ചോ? ഇല്ല. എന്തേ ഞങ്ങൾക്ക് റോട്ടിൻ്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചൂടായിനോ? തോന്നൂല. അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല. അതൊരിതാ, റോട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി, അല്ലെങ്കിൽ ഒരു ചെറിയ ചായ മക്കാനി കയറി ഒരു 10 ഉറുപ്പ്യൻ്റെ ചായ ഒരു 5 ഉറുപ്പ്യൻ്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പൂതിയായിട്ടേക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ അങ്ങ് പുരക്ക് പോയിട്ടും ഉണ്ടാവും. എന്നാൽ ഭർത്താവിൻ്റെ കൂടെ പോയി മൂപ്പർ ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം. പിയാപ്പിളാർ വേക്കൽ കുറച്ചാളുണ്ട്, അതുകൊണ്ട് പറയാം. അധികം ചിലവൊന്നുമില്ല, അതൊക്കെ ഒരു മനോഹര, അതൊക്കെ ഒരു സന്തോഷ. ഓളൊറ്റക്ക് പോകുമ്പോൾ ഒരു പഫ്സിന് ആദ്യം ചിന്തിക്കുന്ന അറിയോ, ഉള്ളതിലേക്കും ചെറിയ പഫ്സ് ഏതായിരിക്കും നയിക്കും. അതെന്താ പഠിച്ചോനെ വലിയനെങ്ങാൻ 25 ഉറുപ്പ്യാണ്, 25 12 ചായ 30 പോയി കഥ. അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും, മൂപ്പര് പറയാം എന്താ വേണ്ടിയ പഫ്സ്, ഒരു പഫ്സ് കൊടുക്കി, അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും. പൈസൻ്റെ അല്ല, എന്നാലും മൂപ്പര് വാങ്ങിത്തരും. ഇതൊക്കെയാണ് മനുഷ്യരെ ജീവിതം. ഇതൊന്നും ഇല്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക്, ഇനി ഓളെ കണ്ടുപഠിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്ന് കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നുറങ്ങുക. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളിക്കുത്തിരുന്ന് ആലോചിക്കുക, ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നോ, ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നോ, ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ. ഇനി ഓൻ മരിച്ചാ ഓള് ആലോചിക്കുക, വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ, അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ. പിന്നെ ആ ഉരുകലും സങ്കടവുമായിട്ട് നമ്മളും അങ്ങ് പോകും. ജീവിച്ചില്ല. കിട്ടുന്നത് 10 ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാ റബ്ബ് പറഞ്ഞതും, മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം, മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങൾ രക്ഷയാവണം. ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും. ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിൻ്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, കുടുംബത്തിൽ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് പരസ്പരം വിശ്വസിച്ച് ജീവിക്കാൻ, സംതൃപ്തിയോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ.